MA സൈക്കോളജി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹെൽപ്പാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അസൈൻമെൻറ്റ് എഴുതുന്നതിനെ സംബന്ധിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. അസൈൻമെൻറ്റ് എഴുതുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇഗ്നോയിൽ സംബന്ധിച്ച്. ഇപ്പം നമുക്ക് MA സൈക്കോളജിയിൽ 6 വിഷയങ്ങളാണല്ലോ ഉള്ളത്. ഈ 6 വിഷയങ്ങൾക്കും അസൈൻമെൻറ്റ് ഉണ്ട്. 2024-25 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അസൈൻമെൻറ്റിന് വേണ്ടി ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇഗ്നോയുടെ ലിങ്കിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ A4 സൈസ് പേപ്പറിൽ റൂൾഡോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറിൽ നമുക്ക് എഴുതാം. 2 പുറവും വേണമെങ്കിൽ 2 പുറം എഴുതാം. 1 പുറമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതാം. ഇപ്പോൾ നമ്മൾ ബുക്ക് സ്റ്റോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വരയിട്ട പേപ്പർ, ബോർഡർ ലൈൻ ഉൾപ്പെടെ അസൈൻമെൻറ്റ് പേപ്പർ എന്ന് ചോദിച്ചാൽ അത് കിട്ടും. അപ്പോൾ അതിൽ ഓൾറെഡി ബോർഡർ ലൈനും ഉണ്ട്, ലൈനും ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ 1 പുറം നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു എസ്സേ, ഇപ്പോൾ അതിനകത്ത് മൊത്തത്തിൽ 3 എസ്സേയാണ് നമുക്ക് എഴുതാനുണ്ടാവുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും. ഈ ഒരു എസ്സേക്ക് മിനിമം നമ്മൾ എഴുതേണ്ട പേജ് എന്ന് പറയുന്നത് ഒരു 5 or 6 പേജ് നമ്മൾ എഴുതണം എന്നുള്ളതാണ്. 6 പേജോളം ഇല്ലെങ്കിൽ പോലും ഒരു 5 പേജെങ്കിലും മിനിമം ഒരു എസ്സേക്ക് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. 5 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത്, അതും ഒരു 3 പുറമൊക്കെ നമ്മൾ എഴുതണം. ചെറിയ ആൻസർ, ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, അത് ഒരു പേജ് എഴുതിയാൽ മതിയാകും. അങ്ങനെ നമ്മൾ അസൈൻമെൻറ്റ് എഴുതി ഓരോ വിഷയവും സെപ്പറേറ്റ് ആയിട്ട് എഴുതി നമ്മൾ ഫയൽ ചെയ്ത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എഴുതാൻ ശ്രമിക്കുക. പോരാത്തത്, അതിൽ നിന്നും കിട്ടാത്ത അല്ലെങ്കിൽ പേജസ് നമുക്ക് അതിൽ മാറ്റർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗൂഗിൾ സ്കോളറിലൊക്കെ പോയിട്ട് നമുക്ക് കീവേഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ധാരാളം മാറ്റേഴ്സ് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് നന്നായിട്ട് അസൈൻമെൻറ്റ് എഴുതുക. സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ച് എഴുതുക. മറ്റാരെക്കൊണ്ടും എഴുതിപ്പിക്കാതിരിക്കുക. ആളുകളൊക്കെ ഒത്തിരി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാകും, അസൈൻമെൻറ്റ് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് എഴുതുക. അങ്ങനെ നമുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിനും അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേ ചെയ്ത് അസൈൻമെൻറ്റ് എഴുതിക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ മാർച്ച് 31 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റൊക്കെ ഇനിയും നീളാനും സാധ്യതയുണ്ട്. പക്ഷേ മാർച്ചിൽ തന്നെ എഴുതി തീർക്കാൻ ശ്രമിക്കാം.